നമ്മൾ ബ്രാൻഡൻ ബർഗർ ഗേറ്റിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ദാ ഒരു വെളുത്ത മനുഷ്യൻ നിന്ന് പാട്ടോട് പാട്ട്. അത് കഴിഞ്ഞ് അവിടെ നോക്കിയപ്പോൾ ഒത്തിരി പിള്ളേരും വലിയവരൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും എല്ലാം തന്നെ ഇരുന്നു. ചുമ്മാ അവിടെ ഒറ്റയ്ക്ക് വറ്റിഞ്ഞ് പോയി വന്നിട്ട് 2 റൗണ്ടൊക്കെ ഞാനും കറങ്ങി. ഞാനും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് വീണ്ടും തെണ്ടാൻ നടന്ന് എങ്ങോട്ടാണ് പോകണമെന്നുള്ളൊരു ഊഹം പോലും എനിക്കില്ല. എവിടേക്കോ പോയി ആരൊക്കെയോ കാണുന്നുണ്ട്, ആൾക്കാർ എന്നെയും നോക്കുന്നുണ്ട്. ഇവള് എന്ത് തേങ്ങയാണ് കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ കുറേ പിള്ളേരൊക്കെ നിന്നിട്ട് ഈ ബബിൾസിൻ്റെ അവിടെ നിന്ന് കളിക്കുകയും ചാടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വയസ്സാകാലത്ത് എനിക്കതിന് കഴിയില്ലല്ലോ. അത് കഴിഞ്ഞ് അവിടെയൊക്കെ വായി നോക്കി നിന്ന് വീണ്ടും എങ്ങോട്ടെങ്കിലും മുന്നോട്ടൊക്കെ പോകാമെന്ന് വെച്ച്. ഇവിടെ കാണാൻ എന്താ ഇപ്പോൾ ഉള്ള കുറേ ബിൽഡിങ്സ്, വെള്ളച്ചാട്ടം, ആ മതിൽ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു സായിപ്പേട്ടൻ നിന്ന് ചേട്ടൻ്റെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറേ മതിലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വെച്ച്. എന്തൊക്കെ പറഞ്ഞാലും കാണാനായിട്ട് സാധാ മതിലാണെങ്കിലും കാണാൻ അന്യായ ലുക്കായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് വേറെ അടുത്തൊരു ബിൽഡിങ്. മറ്റതിനെക്കാട്ടിയും കാണാൻ ഭംഗി ഇതല്ലേ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. എന്താ ഒരു ആർക്കിടെക്ചർ, എന്താ ഒരു ഭംഗിയില്ലേ ഇതിന്. ഞാൻ ഫോണിട്ട് കറക്കി തിരിച്ച് മറിച്ചൊക്കെ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതിൻ്റെ അടുത്തോട്ട് പോയി കുറച്ച് വീഡിയോ ഒക്കെ കറങ്ങിയൊക്കെ എടുത്തിട്ട് അവിടെ വായനൊക്കെയൊക്കെ നിന്ന്. എന്തൊക്കെ പറഞ്ഞാലും കാണാൻ നല്ല ഭംഗിയാട്ടാ. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു വശം മാത്രമാണ്. ഇടതോ വലതോ ആവാനാണ് സാധ്യത. വലതാണെന്നാണ് എൻ്റെ വലിയൊരു നിഗമനം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കറങ്ങി നടന്ന് ഫ്രണ്ടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കുറേ പോലീസുമാരും കുറേ ആൾക്കാരും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആ കാണുന്ന ഗ്ലാസ് ഗോപുരത്തിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് വേണ്ടി വരും എന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ വെളിയിൽ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് കണ്ട് വായി നോക്കിയിട്ടൊക്കെ ഓടെ വന്നപ്പോൾ ഉണ്ട് ഒരു ചേട്ടൻ നല്ല സൂപ്പറായിട്ട് വയലിൻ വാങ്ങിക്കുന്നു. കേട്ടോണ്ട് നിൽക്കാൻ എന്താ ഒരു രസം, അറിയാതെ അവിടെ നിന്ന് പോവും. കുറച്ചു നേരം ചേട്ടൻ്റെ വായനയും പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഉണ്ട് തൊട്ടപ്പുറത്തോട്ട് ചേട്ടൻ നിന്ന് കുത്തിമറിയുന്നു. കുറച്ചു നേരം അതൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച്. ഇതിൻ്റെ വീട്ടിൽ പോണ വഴി കേട്ടോ. വഴിയുടെ 2 സൈഡും നിറയെ ആപ്പിളും ഫ്ലവേഴ്സായിട്ടൊരു ഒരു ഗാർഡൻ തന്നെയാണ്. ഇത് കഴിഞ്ഞ് റോഡിൽ നിന്ന് കുറച്ച് ബെറീസൊക്കെ പറിച്ച് തിന്നങ്ങ് വീട്ടിലോട്ടങ്ങ് പോയി.